നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി കോടിക്കുളം ചേന്നങ്കോട് നിവാസികൾ. തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവറീസ് സഹദായുടെ തിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെ ആഘോഷിക്കും. മുത്തപ്പന്റെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൗമാരക്കാർ ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും പെട്ടുപോകാതിരിക്കാൻ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപത കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത് ഉചിതവും അഭിനന്ദനാർഹവുമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് PG ജയകൃഷ്ണൻ. തൊടുപുഴ പുളിമൂട്ടി സിൽസ് 100ാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിഷുദിനത്തിൽ കേക്ക് കട്ടിംഗ് സെറിമണി സംഘടിപ്പിച്ചു. പുളിമൂട്ടിൽ സിൽസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഔസേബ് ജോൺ പുളിമൂട്ടിൽ കേക്ക് കട്ടിംഗ് നിർവഹിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സ്ഥാനാർത്ഥികൾ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം തുടരുന്നു. വാർത്തകൾ വിശദമായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി കോടിക്കുളം ചേന്നങ്കോട് നിവാസികൾ. 37 വർഷമായി പണി തീരാതെ കിടക്കുന്ന ചേന്നങ്കോട് ആനക്കല്ലുംപാടം റോഡ് സ്വകാര്യ വ്യക്തി നിരന്തരം സ്റ്റേ എടുത്ത് പണി തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ചും മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം. കൂടാതെ റിലേ സത്യാഗ്രഹമടക്കം തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ KA നാരായണൻ അറിയിച്ചു. കോടിക്കുളം ചേന്നംകോടുകാർ ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ല. പണി തീരാതെ കിടക്കുന്ന ചേന്നംകോട് ആനക്കല്ലുംപാടം ഇടുക്കട റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വോട്ട് ബഹിഷ്കരണം. 50ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ വഴി. പ്രായമായവരും രോഗികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ താമസക്കാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു വാഹനം എത്തണമെങ്കിൽ ഇരട്ടി ചാർജ് നൽകിയാൽ പോലും വാഹനം വരാത്ത സ്ഥിതിയാണ്. സ്കൂൾ വാഹനം കയറി വരാൻ സാധിക്കാത്തതിനാൽ വിദ്യാർത്ഥികൾക്കും റോഡിന്റെ ശോചനീയാവസ്ഥ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. 37 വർഷമായി നാട്ടുകാരുടെ നിരന്തര ആവശ്യമാണ് റോഡ് പണിയണമെന്നത്. എന്നാൽ റോഡ് പണിക്ക് പഞ്ചായത്ത് തുക വകയിരുത്തുമ്പോൾ സ്വകാര്യ വ്യക്തി സെക്രട്ടറിക്കെതിരെ കോടതിയിൽ പോയി സ്റ്റേ സമ്പാദിക്കും. ഇതോടെ റോഡ് പണി മുടങ്ങും. കോടതി അനുകൂല വിധി പുറപ്പെടുവിച്ചാലും വീണ്ടും ഇയാൾ കേസുമായി പോകും. എന്നാൽ പ്രശ്നത്തിൽ പഞ്ചായത്തും ജനപ്രതിനിധികളും കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. ഈ ഫണ്ട് വെക്കുകയും അതിന് സ്റ്റേ കൊടുത്ത് ഈ വ്യക്തി ഉപദ്രവിച്ചിട്ടുള്ളതാണ്. ആ സ്റ്റേ തല്ലി വീണ്ടും ഇത് പണിയാൻ തുടങ്ങുമ്പോൾ വീണ്ടും സ്റ്റേ എടുത്തു. അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സിൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഒപ്പിട്ട് ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ പുറത്ത് ഗ്രാമസഭ കൂടി അതിന് റിപ്ലൈ ഗ്രാമസഭ കൂടി തീരുമാനിച്ച് പഞ്ചായത്ത് കമ്മിറ്റി അടുത്ത ഫണ്ട് വയ്ക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ഈ മാന്യം വീണ്ടും കേസിൽ പോകും, അടുത്ത കോടതിയുണ്ട്. അപ്പോ വീണ്ടും ഞങ്ങളുടെ 2 വർഷം പോകും. അതുകൊണ്ട് അടിയന്തരമായിട്ടും ഈ രാഷ്ട്രീയക്കാരോ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ സങ്കടം കൊണ്ട് പറയുന്നതാണ്, ഇതിന് ഒരു പരിഹാരമുണ്ടാക്കി തരണമെന്ന്. 35 വർഷം മുമ്പ് ഇത് വെട്ടിയതാന്ന് പറഞ്ഞു. ഇന്ന് വരെ പല ഫണ്ടുകളും അനുവദിച്ചു, അതെല്ലാം പോയി ചെറിയ സ്റ്റേ എടുത്തു. ഇപ്പം ഫണ്ട് മെമ്പറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന്. ആര് പറഞ്ഞാലും ആ മനുഷ്യൻ കേൾക്കില്ല. ഈ വഴി ഞങ്ങൾക്ക് ആവശ്യമില്ല. 19 വീടുണ്ട്. പ്രായമായ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് വടി കുത്തി പിടിച്ചാൽ കയറിപ്പണം. ആൾക്കാരെ കാണുമ്പോൾ വടി വെള്ളക്കളയും, എന്നിട്ട് നാണായിട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വഴി ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. 2 കാല് മുറിച്ച് കളഞ്ഞ ചേട്ടനെ നമ്മൾ ആംബുലൻസിന് കൊണ്ടുവരുന്ന സമയത്ത് ആംബുലൻസ് പോലും ഇവിടെ നിർത്തുകയാണ് ചെയ്തത്. ഒരു ഡെഡ് ബോഡി കൊണ്ട് വരുന്നുള്ള അവസ്ഥ ഇതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഈ റോഡിന്റെ പണി എത്രയും പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും അതുപോലെ ആരോഗ്യ കാര്യങ്ങൾക്കും എല്ലാം ഇത് വളരെ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എല്ലാവരും ഈ റോഡിന്റെ നന്മയ്ക്ക് വേണ്ടി വോട്ട് ബഹിഷ്കരിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിലും നമ്മുടെ റോഡിന്റെ പണി പൂർത്തിയാകാൻ സാധിക്കട്ടെ എന്ന് ഓർത്താണ് നമ്മൾ ഈ ഒരു ആശയത്തിലേക്ക് വന്നത്. ഇനിയും തുടർന്ന് ഞങ്ങൾ പ്രതിഷേധിക്കുകയും രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ വോട്ടുകളും ഞങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. തുടർന്നും ഇതിന് എല്ലാവരും സഹകരിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. സ്വകാര്യ വ്യക്തി നിരന്തരം സ്റ്റേ എടുത്ത് പണി തടസ്സപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ചും മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുത്തിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലുമാണ് ഇലക്ഷൻ ബഹിഷ്കരണം. ഇതിനു പുറമെ വരും ദിവസങ്ങളിൽ റിലേ സത്യാഗ്രഹമടക്കം തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത 85 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കുമായി ആബ്സെന്റീസ് വോട്ടേഴ്സ് ഹോം പോളിംഗ് സംവിധാനം ഏർപ്പെടുത്തി. തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളിൽ ഇതിനായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരും പോലീസും അടങ്ങുന്ന 23 ടീമുകൾ സ്കൂളിൽ വെച്ച് ഇതിനായി തയ്യാറാക്കിയ ബാലറ്റ് പേപ്പർ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിയോജക മണ്ഡലത്തിൽ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത 85 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കുമായി ആബ്സെന്റീസ് വോട്ടേഴ്സ് സംവിധാനം ഏർപ്പെടുത്തി. തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളിൽ ഇതിനായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരും പോലീസും അടങ്ങുന്ന 23 ടീമുകൾ സ്കൂളിൽ വെച്ച് ഇതിനായി തയ്യാറാക്കിയ ബാലറ്റ് പേപ്പർ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി. നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നൽകിയ അപേക്ഷയും സത്യവാങ്മൂലമുള്ള ആളുകളുടെ വീടുകളിലുമാണ് വോട്ട് ചെയ്യാനുള്ള സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ എത്തുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി HPയുടെ തൊടുപുഴ LIC തൊടുപുഴ LICയുടെ ആബ്സെന്റീസ് വോട്ടേഴ്സ്, അതായത് 85 വയസ്സിന് മേലെ പ്രായമുള്ളവരുടെയും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവരുമായവരുടെ വോട്ടിംഗ്, അത് നമ്മുടെ LICയിൽ ആകെ 1696 പേരാണുള്ളത്. അവർക്ക് വോട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ 23 ടീമിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ 23 ടീമിൽ 2 പോളിംഗ് ഓഫീസേഴ്സും ഒരു മൈക്രോ ഒബ്സർവറും പോലീസും അതുകൂടാതെ ഒരു വീഡിയോഗ്രാഫറും ഉണ്ടായിരിക്കും. കൂടാതെ സ്ഥലത്തെ BLOയും ഉണ്ടായിരിക്കും. ഇവർ വീട്ടിൽ ചെന്ന് ഇവരുടെ ബാലറ്റിൽ ഇവരുടെ വോട്ട് രേഖപ്പെടുത്തി ഓരോ ദിവസവും നമ്മുടെ സ്റ്റേഷനിൽ എത്തിച്ച് നമ്മളത് ROക്ക് അന്നേ ദിവസം തന്നെ എത്തിച്ചു നൽകും. ഇതാണ് ആബ്സെന്റീസ് വോട്ടേഴ്സിൻ്റെ വോട്ടിംഗ് രീതി. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ 1696 പേരെയാണ് വീട്ടിലെത്തി വോട്ട് ചെയ്യുവാനുള്ളത്. തൊടുപുഴ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറും തഹസിൽദാർ AS ബിജിമോൾ, ആബ്സെന്റീസ് വോട്ടേഴ്സ് നോഡൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഭൂരേഖ തഹസിൽദാർ KH സക്കീർ, തൊടുപുഴ താലൂക്ക് ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ KS ഭരതൻ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ PM റഷീദ്, നസീറ TA, ലാൽസൺ തോമസ്, രഞ്ജിത്ത് R, CK ദീപേഷ്, അർജുനൻ S, അബി കാസിം, ജോൺസൺ T ജോൺ, V ജയചന്ദ്രൻ, R ബിജുമോൻ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടൻ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെ ആഘോഷിക്കും. മുത്തപ്പന്റെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാളിന് ഒരുക്കമായി ഏപ്രിൽ 16 മുതൽ 20 വരെ രാവിലെ 6-നും 7-നും 10-നും വൈകുന്നേരം 4:30-നും വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെ ആഘോഷിക്കും. മുത്തപ്പന്റെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21-ാം തീയതിയാണ് കൊടിയേറ്റ് മുതൽ 21, 22, 23, 24 തീയതികളിൽ ഒരു 25,000 പേരെങ്കിലും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് തിരി കത്തിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് പോകാറുണ്ട്. 23-ഉം 24-മാണ് തിരുനാൾ. 23-ാം തീയതി ഏകദേശം ഒരു 25,000 പേരിലധികം തിരുനാളിൽ കഴിഞ്ഞ അനുഭവം വെച്ച് സംബന്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ 24-ാം തീയതിയും ഓരോ കുർബാനയും പള്ളിയും അതിൻ്റെ 2 വശത്തുള്ള സൈഡ് പന്തലും മുൻവശവും എല്ലാം നിറഞ്ഞ് ആളുകളുണ്ട്. ഓരോ കുർബാനയിൽ വന്ന ആളുകൾ നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോകുന്നു. പ്രദക്ഷിണം കഴിഞ്ഞ വർഷം 15,000-ഓളം പേരാണ് നേർച്ച സദ്യയിൽ പങ്കെടുത്തത്. ഈ വർഷവും നേർച്ച സദ്യയുണ്ട്. തിരുനാളിൻ്റെ പ്രദക്ഷിണം കഴിഞ്ഞ് പള്ളിയിൽ എത്തിക്കഴിയുമ്പോൾ സംബന്ധിക്കുന്ന എല്ലാവർക്കും നേർച്ച സദ്യ കൊടുക്കുന്നുണ്ട്. തിരുനാളിന് ഒരുക്കമായി ഏപ്രിൽ 16 മുതൽ 20 വരെ രാവിലെ 6-നും 7-നും 10-നും വൈകുന്നേരം 4:30-നും വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും.
വിവിധ ദിവസങ്ങളിൽ ഫാദർ ജിയോ ചെമ്പർത്തി, ഫാദർ മാത്യു കോണിക്കൽ, ഫാദർ ജോസ് കാഞ്ഞിരക്കൊമ്പിൽ, ഫാദർ ജോസഫ് മുണ്ടയ്ക്കൽ, ഫാദർ ജോൺ ആനിക്കോട്ടിൽ, ഫാദർ ജസ്റ്റിൻ ചേറ്റൂർ, ഫാദർ ജോസഫ് താന്നിക്കൽ, ഫാദർ ജീവൻ മഠത്തിൽ, ഫാദർ ഷാജി തുമ്പേച്ചെറിയൽ, ഫാദർ ആൻഡ്രൂസ് മോലിയൽ തുടങ്ങിയവർ വിശുദ്ധ കുർബാന അർപ്പിക്കും. 21 രാവിലെ 6 ഫാദർ സാജൻ നാരങ്ങാത്തൊട്ടിൽ CST വിശുദ്ധ കുർബാന അർപ്പിക്കും. രാവിലെ 7:15 ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് പൊന്നക്കോട്ടിൽ കൊടിയേറ്റ് നിർവഹിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കും. രാവിലെ 10 ഫാദർ സിറിയക് ഞാളൂർ, ഉച്ചകഴിഞ്ഞ് 2:30 ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ, വൈകുന്നേരം 4:30 ഫാദർ ജീവൻ കദളിക്കാട്ടിൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിക്കും. 22 രാവിലെ 7:30 കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം. 10 ഫാദർ സെബാസ്റ്റ്യൻ നെടുമ്പുറത്ത് സുറിയാനി കുർബാന അർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 2:30 ഫാദർ പ്രിൻസ് പരത്തനാൽ CMI, വൈകുന്നേരം 6 ഫാദർ ജെയിംസ് മുണ്ടോളിക്കൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിക്കും. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 പഴുക്കാകുളം കുരിശുപള്ളിയിൽ ഫാദർ പോൾ ആക്കപ്പടിക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫാദർ അഗസ്റ്റിൻ നിറപ്പേൽ സന്ദേശം നൽകും. തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണം. 23 രാവിലെ 6 വിശുദ്ധ കുർബാന. 7:30 ഫാദർ ജോർജ് പീച്ചാണിക്കുന്നേൽ, 9 ഫാദർ പോൾ കളത്തൂർ, 10:30 ഫാദർ ഫിനിൽ ഏഴേറത്ത് CMI, 2:30 ഫാദർ ജോസ് ചെറുപ്പറമ്പിൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം 4:15 കോതമംഗലം ബിഷപ്പ്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് മങ്ങാട്ടുകവല കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം. 24 രാവിലെ 5:15 6 വിശുദ്ധ കുർബാന. 7:30 ഫാദർ ടോബിൻ ആലപ്പുരയ്ക്കൽ, 9 ഫാദർ ഇമ്മാനുവൽ വെള്ളാംകുന്നേൽ, 2:30 ഫാദർ ജോസ് കുളത്തൂർ, 4:30 ഫാദർ ജെയിംസ് പറക്കനാൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിക്കും. ബുധനാഴ്ച രാവിലെ 10:30 ഫാദർ പോൾ പൂവത്തെങ്കിൽ CMI വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫാദർ ജോസഫ് 40 ചിറ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച സദ്യ, കോഴിലേലം. 8-ാം ആഘോഷത്തിന്റെ ഭാഗമായി 25 മുതൽ മെയ് 1 വരെ രാവിലെ 6 7 വൈകുന്നേരം 4:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ഫാദർ ജോസഫ് കപ്പ്യാരുമലയിൽ, ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, ഫാദർ സ്കറിയ കുന്നത്ത്, ഫാദർ ബിബിൻ പുല്ലാന്തി തൊട്ടിയിൽ, ഫാദർ ജോസഫ് കുന്നുംപുറത്ത്, ഫാദർ പീറ്റർ പാറേമാൻ, ഫാദർ മാത്യു കൊച്ചുമുണ്ടൻമലയിൽ, ഫാദർ ജോസഫ് കൊച്ചുപുത്തൻപരയിൽ എന്നിവർ വിവിധ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. മെയ് 1 രാവിലെ 7:30 ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട്, 9 ഫാദർ അബ്രഹാം പാറയ്ക്കൽ, 2:30 ഫാദർ ജോസഫ് കൂനാനിക്കൽ, 4:30 ഫാദർ ജോസഫ് പുളിക്കൽ ജൂനിയർ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിക്കും. മെയ് 1 രാവിലെ 10:30 ഫാദർ അനീഷ് പുളിക്കൽ OFM വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫാദർ ആൽബിൻ പുതുപ്പറമ്പിൽ സന്ദേശം നൽകും. വാർത്താ സമ്മേളനത്തിൽ സഹവികാരിമാരായ ഫാദർ ഡെൽബിൻ കുരിക്കാട്ടിൽ, ഫാദർ അലൻ മരുത്വാമലയിൽ, കൈക്കാരന്മാരായ ജോർജ് ജോൺ കൊച്ചുപറമ്പിൽ, TA ജോർജ് തുറയ്ക്കൽ തെക്കേക്കര, KV ആന്റണി കിഴക്കേടത്തിൽ, KC ജോസഫ് കുന്നത്ത്, ജനറൽ കൺവീനർ ജോഷി മാണി ഓലടത്തിൽ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ആൽബിൻ കുറുമ്പാലക്കാട്ട്, ഡെക്കറേഷൻ കമ്മിറ്റി കൺവീനർ ടൈറ്റസ് അർക്കൽ, ഫുഡ് കമ്മിറ്റി കൺവീനർമാരായ ജോയി കരോട്ടുമലയിൽ, ജസ്റ്റിൻ പനച്ചിക്കാട്ട് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൗമാരക്കാർ ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും പെട്ടുപോകാതിരിക്കാൻ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപത കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത് ഉചിതവും അഭിനന്ദനാർഹവുമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് PG ജയകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. കൗമാരക്കാർ ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും പെട്ടുപോകാതിരിക്കാൻ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപത കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത് ഉചിതവും അഭിനന്ദനാർഹവുമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് PG ജയകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വർഷങ്ങൾക്ക് മുൻപ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. സ്വന്തം മക്കളെ ലവ് ജിഹാദിന്റെ ഭാഗമായി കെണിയിൽപ്പെടുത്തിയത് ആണെന്ന് പല മാതാപിതാക്കളും വെളിപ്പെടുത്തിയിട്ടും ഇതേപ്പറ്റി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെന്നും ഇവർ ആരോപിച്ചു. ജില്ലയിലെ കേരള സ്റ്റോറി എന്ന സിനിമ കത്തോലിക്ക സഭ അവരുടെ വിശ്വാസോത്സവത്തിൽ കുട്ടികളെ കാണിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെയും ശക്തമായിട്ടുള്ള ഒരു കടന്നാക്രമണം ഉണ്ടായി. ഈ കടന്നാക്രമണം കുറേ കാലമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നവരായതുകൊണ്ട് അതിൻ്റെ വിഷമം മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുവാൻ ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് അവരെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നിങ്ങളെല്ലാം വിളിച്ചു നോക്കിയ കാര്യം പറയുന്നത്. ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ ഇതിനു വേണ്ടിയിട്ടൊരു ഉപാധിയായി മാറുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അതിനെക്കുറിച്ചിട്ട് കൃത്യമായുള്ള റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുവാൻ നമ്മുടെ സംസ്ഥാനത്തെ
ഭരണകൂടം തയ്യാറാകുന്നില്ല. വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തി തെളിവുകൾ കിട്ടിയാൽ പോലും അത് കോടതിയുടെ മുന്നിൽ കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് കോടതിക്ക് അതിനെക്കുറിച്ചിട്ട് അസന്നിഗ്ധമായിട്ടുള്ള ഒരു വിധി പറയാൻ കഴിയാത്തത്. ആ സാഹചര്യം മാറണം. കാരണം ധാരാളം മാതാപിതാക്കൾ അവരുടെ അനുഭവങ്ങൾ പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്ന് കരഞ്ഞു പറയും നമുക്കറിയാം. അതൊന്നും തെളിവായിട്ട് കേരളീയ സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് വേദനാജനകമാണ്. സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം കുട്ടികൾ പറയുന്നു, ഞങ്ങൾ ഈ തരത്തിൽ ചതിക്കുഴിയിൽ പെട്ടുപോയിട്ടുണ്ട്, അതിൽ നിന്ന് തിരിച്ചു വന്നവരാണ് ഞങ്ങളെന്ന് അവർ നേർസാക്ഷ്യം പറഞ്ഞാൽ പോലും അംഗീകരിക്കാതെ നമ്മുടെ സമൂഹം ഒരു പ്രത്യേക രീതിയിൽ ഇതിനെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഇറങ്ങുമ്പോഴും അതിനെയൊക്കെ മുസ്ലിം സമൂഹവുമായി കൂട്ടിക്കൊഴിക്കുന്ന ഇടതു വലത് മുന്നണികൾ കടുത്ത അനീതിയാണ് മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്നത്. കേരളത്തിലെ ചില മത തീവ്രവാദ സംഘടനകൾ ആസൂത്രിതമായി ഇതര മതസ്ഥരായ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഭരണ സംവിധാനമെന്ന് ഇവർ ആരോപിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ടി കെ രാജു, ജനറൽ സെക്രട്ടറി പി കെ സോമൻ, ട്രഷറർ എം കെ നാരായണ മേനോൻ, ജില്ലാ സെക്രട്ടറി കെ എസ് സലിലൻ, ജില്ലാ സംഘടനാ സെക്രട്ടറി പി ആർ കണ്ണൻ, എ കെ കണ്ണൻ, പി ജി റെജിമോൻ, കെ ആർ സതീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നെൽകൃഷിയെ ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത അടിമാലി കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ആവശ്യം. 85 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി ഉള്ളത്. കർഷകർക്ക് കൂടുതൽ പിന്തുണ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ആവശ്യം. ഒരു കാലത്ത് സമൃദ്ധമായി നെല്ല് വിളഞ്ഞിരുന്ന പാടശേഖരമാണ് അടിമാലി കുരങ്ങാട്ടി പാടശേഖരം. കർഷകർ നെൽകൃഷിയിൽ സജീവമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി. 85 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത്. പാടമാകെ കാട് കയറി മൂടിക്കിടക്കുന്നു. നെൽകൃഷിയെ ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം. എല്ലാവരും ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലെങ്കിൽ എല്ലാവരും തന്നെ കൃഷി ചെയ്യും. വന്യമൃഗങ്ങളുടെ ശല്യം കാരണമാണ് കൃഷി ചെയ്യാൻ എല്ലാവരും മടിക്കുന്നത്. കാരണം കടം മേടിച്ചോ ലോൺ എടുത്തോ അയൽക്കൂട്ടത്തിൽ ലോൺ എടുത്തോ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വിളവെടുക്കാറാകുമ്പോഴത്തേക്കും കാട്ടുപന്നി മൊത്തം കളയും. അതുകൊണ്ട് എല്ലാവർക്കും മടിയാണ് കൃഷി ചെയ്യുന്നതിന് വേണ്ടി. എല്ലാവരും ഒത്തൊരുമിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ കാട്ടുപന്നി ശല്യം കുറയുമായിരിക്കും. അപ്പോൾ ഈ കാട്ടുപന്നി ശല്യത്തിന് എന്തെങ്കിലും ഒരു പ്രതിവിധി, ഒന്നെങ്കിൽ പാടശേഖരത്തിന് മുള്ളുവേലി ഇടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതമാർഗം മെച്ചപ്പെടുകയുള്ളൂ. പലവിധ കാരണങ്ങളാണ് കർഷകരെ നെൽകൃഷിയിൽ നിന്നും പിന്തിരിക്കുന്നത്. കാട് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്ക് ആവതില്ല. വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം. പണിക്കൂലിയും മറ്റിതര ചെലവുകളുമെല്ലാം ഭാരിച്ചതാണ്. എല്ലാത്തിനും പുറമെ കാട്ടുമൃഗശല്യവും രൂക്ഷമാണ്. ഇക്കാര്യങ്ങളിലൊക്കെയും ഫലപ്രദമായ ഇടപെടലുണ്ടായാൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാം. പാടശേഖരം പൂർണ്ണമായി കതിരണിഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്ന് നെല്ല് ഉൽപ്പാദിപ്പിക്കാനാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി. തൊടുപുഴ പുള്ളിമൂട്ടി സിൽസ് 100ാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിഷുദിനത്തിൽ കേക്ക് കട്ടിംഗ് സെറിമണി സംഘടിപ്പിച്ചു. പുള്ളിമൂട്ടി സിൽസ് മാനേജ്മെന്റും കുടുംബാംഗങ്ങളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. പുള്ളിമൂട്ടി സിൽസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഔസേഫ് ജോൺ പുള്ളിമൂട്ടിൽ കേക്ക് കട്ടിംഗ് നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ റോയി ജോൺ, ഡയറക്ടർമാരായ ജോബിൻ റോയി, ഷോൺ റോയി, ജനറൽ മാനേജർ സേതുരാജ് ഉൾപ്പെടെ നിരവധി ആളുകൾ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ വിശ്വസ്തതയും സേവന പാരമ്പര്യവുമായി തൊടുപുഴയുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ഗുണമേന്മയും ഫാഷനും സമന്വയിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സ് 100ാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിഷുദിനത്തിൽ കേക്ക് കട്ടിംഗ് സെറിമണി സംഘടിപ്പിച്ചു. പുളിമൂട്ടിൽ സിൽക്സ് മാനേജ്മെന്റും കുടുംബാംഗങ്ങളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. പുളിമൂട്ടിൽ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഔസേഫ് ജോൺ പുളിമൂട്ടിൽ കേക്ക് കട്ടിംഗ് നിർവഹിച്ചു.
മിൽക്സിനെ ഒരു നൂറ്റാണ്ട് വിജയകരമായി മുന്നോട്ടു പോകാൻ ആത്മാർത്ഥ സേവനം നൽകിയ എല്ലാ ജീവനക്കാർക്കും നല്ലവരായ ഉപഭോക്താക്കൾക്കും മാനേജിംഗ് ഡയറക്ടർ റോയി ജോൺ നന്ദി അറിയിച്ചു. എന്നാണെങ്കിലും നിങ്ങളെല്ലാം കൂടി നമ്മുടെ ഈദ് വന്നു, റംസാൻ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പോയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുപോലെ സഹകരിച്ചു. നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർമാരായ ജോബിൻ റോയ്, ഷോൺ റോയ് എന്നിവർ വാർഷിക ദിനാശംസയും വിഷുദിന ആശംസയും അറിയിച്ചു. 100 years എന്ന് പറയുന്ന സംഭവം എല്ലാവരുടെയും വിജയമാണ്. ഈ കടയിലുള്ള എല്ലാവരുടെയും സെക്യൂരിറ്റി മുതൽ ഇപ്പോൾ ഈ കസ്റ്റമർ കയറി വരുന്ന അവരെ വെൽക്കം ചെയ്യുന്നത് സെക്യൂരിറ്റീസാണ്. അവർ മുതൽ നമ്മുടെ ഡ്രൈവർമാർ മുതൽ നമ്മുടെ സ്റ്റാഫ് മുതൽ എല്ലാവർക്കും ഇതിനകത്ത് 100 yearsൻ്റെ ഒരു വിജയം ഫസ്റ്റ് നമ്മളൊരു നേരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് കൂടുതലും എന്താ പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ ഇപ്പോൾ ഈ മുന്നോട്ട് നമ്മൾ ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് നമ്മളെല്ലാ കാര്യം അതിനെല്ലാത്തിനും അപ്പച്ചനാണെങ്കിലും അപ്പയാണെങ്കിലും ഇവരെല്ലാവരും ഞങ്ങളെ ഞാൻ ഷോൺ ഞങ്ങളിവിടെ കട വരുന്ന സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ 100 years ഞങ്ങൾ തികഞ്ഞത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാനും ഇപ്പം നമ്മൾ എന്നാ പറഞ്ഞാൽ മീറ്റിങ്ങിലാണെങ്കിലും പല കാര്യങ്ങളും ഇപ്പം ഞങ്ങളിപ്പം കട വന്നിട്ട് ഞാൻ വർഷമൊന്നും പറയുന്നില്ല, പക്ഷെ നമുക്ക് എന്നാ പറയുക നിങ്ങളുടെ ഒപ്പം ഇതുപോലെ നമ്മൾ 100 years നമ്മളെല്ലാവരും കൂടെ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നേർന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങളുടെ ഒപ്പം ഇങ്ങനെ കേക്ക് കെട്ടിയാനും ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കാനും ഇങ്ങനെ രണ്ടു വാക്ക് സംസാരിക്കാനും നമുക്ക് സാധിച്ചത് ഈ 100 years എന്ന് പറയുന്നത് നമ്മൾ നേരെ നിങ്ങളുടെ ഒപ്പം നമുക്ക് നിൽക്കാനും നമുക്ക് ഭാഗ്യം ഉണ്ടായി എന്നാണ്. ഇത് ഓരോ വർഷവും നമുക്ക് നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ എല്ലാവരോടും ആശംസിക്കുന്നു. താങ്ക് യു. 100 വർഷം ആഘോഷിക്കാൻ കേരളത്തിൽ ഒത്തിരി സ്ഥാപനങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ പുളിമൂട് സിൽക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പേരുകളിൽ ഒന്നാണ്. ശരിയല്ലേ? അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിച്ച ഒത്തിരി പേരുണ്ട്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മനസ്സിലേക്ക് കടയിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം അതാണ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എത്ര വലിയൊരു ബ്രാൻഡിനെയാണ്. ജനറൽ മാനേജർ സേതുരാജ് ഉൾപ്പെടെ നിരവധി ആളുകൾ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് മികച്ച സ്വീകരണം ഒരുക്കാനുള്ള മത്സരത്തിലാണ് തൊടുപുഴയിലെ LDF പ്രവർത്തകർ. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണക്കാട് നിന്ന് ആരംഭിച്ച ജോയ്സ് ജോർജിന്റെ പര്യടനത്തിൽ 100 കണക്കിന് ആളുകളാണ് രാവിലെ തന്നെ എത്തിച്ചേർന്നത്. കർഷകരുടെ പാളത്തൊപ്പി അണിയിച്ചാണ് LDF പ്രവർത്തകർ ജോയ്സിനെ സ്വീകരിച്ചത്. കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KA ആന്റണി പര്യടനം ഉദ്ഘാടനം ചെയ്തു. മണക്കാട് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ N ശശിധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആവേശം ഒട്ടും ചോരുന്നില്ല. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ചൂടോ ദൈർഘ്യമേറിയ പ്രചാരണ പരിപാടികളോ ജനങ്ങളെ ഒട്ടും ക്ഷീണിപ്പിക്കുന്നില്ല. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് മികച്ച സ്വീകരണം ഒരുക്കുവാനുള്ള മത്സരത്തിലാണ് തൊടുപുഴയിലെ ജനങ്ങൾ. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണക്കാട് നിന്നും ആരംഭിച്ച ജോയ്സ് ജോർജിന്റെ പര്യടനത്തിൽ 100 കണക്കിന് ആളുകളാണ് രാവിലെ തന്നെ എത്തിച്ചേർന്നത്. കർഷകരുടെ പാളത്തൊപ്പി അണിയിച്ചാണ് LDF പ്രവർത്തകർ ജോയ്സിനെ സ്വീകരിച്ചത്. MP എന്നത് ഒരു ആലങ്കാരിക പദവിയല്ലെന്നും എല്ലാവിധ സാധ്യതകളും ഉപയോഗപ്പെടുത്തി നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണെന്നും ജോയ്സ് പറഞ്ഞു. നാണ്യവിളകളുടെ തകർച്ച ഉൾപ്പെടെ നിരവധിയായ വിഷയങ്ങൾ ഇടുക്കി ജനത നേരിടുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട കേന്ദ്രവിഹിതം നേടിയെടുക്കുന്നതിൽ MPമാർക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളതെന്നും MP ആയിരുന്ന സമയത്ത് ഇടപെടേണ്ട വിഷയങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന, ആ ഭരണഘടന മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമാണ്. ആ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളുടെയും അധികാരങ്ങളുടെയും ഒക്കെ പിൻബലത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ രാജ്യത്ത് ആത്മാഭിമാനത്തോടെ അന്തസ്സോടെ മനുഷ്യനെന്ന നിലയിലുള്ള എല്ലാ തരത്തിലുള്ള അഭിമാനത്തോടു കൂടി ജീവിക്കുന്നത്.
കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം KA ആന്റണി പര്യടനം ഉദ്ഘാടനം ചെയ്തു. മണക്കാട് LDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ N ശശിധരൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ KK ശിവരാമൻ, PK വിനോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി പര്യടന വാഹനത്തിൽ ജോയ്സ് ജോർജിനെ അനുഗമിച്ചു. ചിറ്റൂർ, അരിക്കുഴ, വഴിത്തല എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ പര്യടനം പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജനങ്ങളെ വഞ്ചിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ AK മണി. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ദേവികുളം നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനം കാന്തല്ലൂർ ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF ചെയർമാൻ MB സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പര്യടനം മൂന്നാർ ടൗണിൽ സമാപിച്ചു. KPCC നിർവാഹക സമിതി അംഗം റോയ് K പൗലോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ വഞ്ചിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിധിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ AK മണി. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ദേവികുളം നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനം കാന്തല്ലൂർ ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേവികുളം താലൂക്കിലെ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന 15ഓളം ഉത്തരവുകളാണ് കഴിഞ്ഞ 8 വർഷങ്ങൾ കൊണ്ട് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചത്. മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ടൂറിസം വികസനത്തിനും ഈ സർക്കാർ തുരങ്കം വെച്ചു. തോട്ടം തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാണ്. സർവ്വ മേഖലകളിലും പരാജയമായ ഒരു സർക്കാരാണിതെന്നും AK മണി ആരോപിച്ചു. UDF ചെയർമാൻ MB സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അലോഷ്യസ് സേവ്യർ, AP ഉസ്മാൻ, OR ശശി, G മുനിയാണ്ടി, KA കുര്യൻ, D കുമാർ, M വിജയകുമാർ, G മുരുകയ്യ, KM ഖാദർ കുഞ്ഞ്, ബാബു കീച്ചേരി, KK ബാബു, പാപ്പച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. രാവിലെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മറയൂർ, മൂന്നാർ മണ്ഡലങ്ങളിലാണ് ഡീൻ കുര്യാക്കോസ് പ്രചരണം നടത്തിയത്. രാവിലെ കാന്തല്ലൂർ ടൗൺ, കീഴാന്തൂർ, ചൂരക്കുളം, കോവിൽക്കടവ്, ചേരുവാട്, നാച്ചിവയൽ, മറയൂർ ടൗൺ, പള്ളനാട്, കാപ്പി സ്റ്റോർ, ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിലാണ് UDF സ്ഥാനാർത്ഥി പ്രചരണം നടത്തിയത്. ഗ്രാമങ്ങളിൽ ഓരോ ഇടങ്ങളിലും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ഡീൻ കുര്യാക്കോസിനെ സ്വീകരിക്കാൻ കാത്തുനിന്നത്. ഉച്ചയ്ക്ക് ശേഷം വാഗവര ഫാക്ടറി, തലയാർ, നയമക്കാട്, കന്നിമല ഫാക്ടറി, പെരിയമ്മ ഫാക്ടറി, നല്ലതണ്ണി ഈസ്റ്റ്, കല്ലാർ ഫാക്ടറി, നടയാർ സൗത്ത്, മൂന്നാർ കോളനി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മൂന്നാർ ടൗണിൽ സമാപിച്ചു. KPCC നിർവാഹക സമിതി അംഗം റോയ് K പൗലോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. மாலை அணிவித்து வருகின்றார். பூத் பிரசிடன்ட் E. சங்கர் அவர்கள் மாலை அணிவித்து வருகின்றார். மல்லிகா அவர்கள் மாலையிட்டு வருகின்றார். നിങ്ങളോടെല്ലാം നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ പഞ്ചായത്തിൽ മൂന്നാർ പഞ്ചായത്ത് എത്തിയ ഒരാളെയും രാഷ്ട്രീയത്തിന്റെയോ അതല്ലെങ്കിൽ മറ്റു വിഷു ആകെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ വിഷുദിനത്തിൽ ഇടമലക്കുടിക്കാർക്ക് വിഷു കൈനീട്ടവുമായി സംഗീത വിശ്വനാഥന്റെ വാഗ്ദാനം. ഇടമലക്കുടി പഞ്ചായത്തിനെ ദത്തെടുക്കുമെന്ന് NDA ഇടുക്കി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇടമലക്കുടിയിൽ പറഞ്ഞു. ഇടമലക്കുടി പഞ്ചായത്തിലെ സൊസൈറ്റി കുടിയിൽ ലഭിച്ച സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി. പെട്ടിമുടി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരെ അടക്കം ചെയ്ത സ്ഥലത്ത് പുഷ്പാർച്ചന ചെയ്തതിനു ശേഷമാണ് ഇടമലക്കുടിയിൽ നിന്നും സംഗീത വിശ്വനാഥൻ മടങ്ങിയത്. വിഷുദിനത്തിൽ ഇടമലക്കുടിക്കാർക്ക് വിഷു കൈനീട്ടമായി സംഗീത വിശ്വനാഥന്റെ വാഗ്ദാനം. ഇടമലക്കുടി പഞ്ചായത്തിനെ ദത്തെടുക്കുമെന്ന് NDA ഇടുക്കി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇടമലക്കുടിയിൽ പറഞ്ഞു. ഇടമലക്കുടി പഞ്ചായത്തിലെ സൊസൈറ്റി കുടിയിൽ ലഭിച്ച സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദർശ് ഗ്രാം പദ്ധതി പ്രകാരം ഒരു MPക്ക് ഒരു പഞ്ചായത്ത് ദത്തെടുക്കാവുന്നതും അവിടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാവുന്നതുമാണ്. നിർഭാഗ്യവശാൽ നിലവിലെ MP ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഗ്രാമം പോലും ദത്തെടുക്കാൻ തയ്യാറായിട്ടില്ല. മുൻ MP കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരുന്നുവെങ്കിലും പിന്നീട് അവിടെ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ല.
NDA വിജയിച്ചാൽ ഇടമലക്കുടി പഞ്ചായത്തിനെ ഏറ്റെടുക്കും. വിഷു ദിവസം സ്ഥാനാർത്ഥി പ്രവർത്തകരോടൊപ്പം ഇടമലക്കുടി പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. കുടികളിൽ സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകരണങ്ങളാണ് ലഭിച്ചത്. ഇഡ്ഡലിപ്പാറക്കുടിയിലെ ക്ഷേത്രത്തിൽ ചിത്രമാസ പിറവിയോടനുബന്ധിച്ചുള്ള ഉത്സവാഘോഷ പരിപാടിയിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. പെട്ടിമുടി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരെ അടക്കം ചെയ്ത സ്ഥലത്ത് പുഷ്പാർച്ചന ചെയ്തതിനു ശേഷമാണ് ഇടമലക്കുടിയിൽ നിന്നും സ്ഥാനാർത്ഥി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെത്തിയ വോട്ടിംഗ് മെഷീനുകൾ റാൻഡമൈസേഷന് ശേഷം ജില്ലയിലെ 5 നിയോജകമണ്ഡലത്തിലെയും സ്ട്രോങ് റൂമുകളിൽ എത്തിച്ചു. രാത്രി വൈകി കളക്ടറേറ്റിലെ ജോലികൾ പൂർത്തിയാക്കി പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് എല്ലാ നിയോജകമണ്ഡലത്തിലേക്കും വോട്ടിംഗ് സാമഗ്രികൾ എത്തിച്ചത്. തൊടുപുഴ നിയോജകമണ്ഡലത്തിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികൾ കുളമാവ് പോലീസിന്റെയും കാഞ്ഞാർ പോലീസിന്റെയും കനത്ത സുരക്ഷയിലാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ എത്തിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെത്തിയ വോട്ടിംഗ് മെഷീനുകൾ റാൻഡമൈസേഷന് ശേഷം ജില്ലയിലെ 5 നിയോജക മണ്ഡലത്തിലെയും സ്ട്രോങ് റൂമുകളിൽ എത്തിച്ചു. രാത്രി വൈകി കളക്ടറേറ്റിലെ ജോലികൾ പൂർത്തിയാക്കി പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് എല്ലാ നിയോജക മണ്ഡലത്തിലേക്കും വോട്ടിംഗ് സാമഗ്രികൾ എത്തിച്ചത്. തൊടുപുഴ നിയോജക മണ്ഡലത്തിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികൾ കുളമാവ് പോലീസിന്റെയും കാഞ്ഞാർ പോലീസിന്റെയും കനത്ത സുരക്ഷയിലാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ എത്തിച്ചത്. വോട്ടിംഗ് സാമഗ്രികൾ കയറ്റിയ വാഹനങ്ങൾ അതാത് നിയോജക മണ്ഡലങ്ങളിൽ എത്തിച്ചേരുന്നതുവരെ ജില്ലാ കളക്ടറേറ്റിലെ ഇലക്ഷൻ വിഭാഗത്തിൽ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പ്രത്യേകം തയ്യാറാക്കിയ ക്യാമറ വഴി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. രാത്രി 10:30 തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മെഷീനുകൾ എത്തിച്ചേർന്നത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും ഇടുക്കി സബ് കളക്ടറുമായ ഡോക്ടർ അരുൺ എസ് നായറിന്റെ നേതൃത്വത്തിലാണ് തൊടുപുഴയിലെ ന്യൂമാൻ കോളേജിൽ പ്രവർത്തിക്കുന്ന സ്ട്രോങ് റൂമിൽ വോട്ടിംഗ് മെഷീനുകൾ ഇറക്കിവെച്ചത്. ഈ മെഷീനുകൾ വരുന്ന ദിവസങ്ങളിൽ കമ്മീഷനിംഗ് നടത്തി വോട്ടിംഗിന് സജ്ജമാക്കി സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. 25-ാം തീയതി തെരഞ്ഞെടുപ്പിന് നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് വിതരണം നടത്തും. തൊടുപുഴ തഹസിൽദാരും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ കൂടിയായ AS ബിജിമോൾ, ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ KS ഭരതൻ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ VB അജിതൻ, PM റഷീദ്, ശരത് ചന്ദ്രബോസ്, ക്ലാർക്കുമാരായ CK ദീപേഷ്, ജിൽസ്മോൻ ഫ്രാൻസിസ്, G സുനീഷ്, നിസാർ മുഹമ്മദ്, അജിത് ശങ്കർ, V ജയചന്ദ്രൻ, R ബിജുമോൻ, മറ്റു ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇക്കൊല്ലത്തെ മംഗളാദേവി ചിത്രപൗർണമി ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിത ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ചേർന്ന അന്തർ സംസ്ഥാന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഉത്സവം നടക്കുന്ന ഏപ്രിൽ 23 പുലർച്ചെ 6 മുതൽ ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. ഇക്കൊല്ലത്തെ മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിത ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ചേർന്ന അന്തർ സംസ്ഥാന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഉത്സവം നടക്കുന്ന ഏപ്രിൽ 23 പുലർച്ചെ 6 മുതൽ ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്കായി വിവിധ വകുപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെയും തേനി ജില്ലാ കളക്ടർ RV ഷാജീവനയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി. ഭക്തരുടെ സുരക്ഷയ്ക്കും വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പരിപാലനതയ്ക്കും മുൻതൂക്കം നൽകി പരിസ്ഥിതി സൗഹൃദ ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 24-ന് രാവിലെ 4 മണി മുതൽ 6 മണി വരെ ഉദ്യോഗസ്ഥരും അതിനുശേഷം 6 മണിക്ക് ശേഷം ഭക്തജനങ്ങളുമാണ് ക്ഷേത്രത്തിൻ്റെ ഫോറസ്റ്റ് നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുള്ള വാഹനങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അത് മുൻവർഷം ചെയ്തതുപോലെ 6 ട്രാക്ടറുകൾ പ്രത്യേകിച്ച് ഫുഡ് അതുപോലെയുള്ള പൂജ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്തർക്ക് പോകാനുള്ള വെഹിക്കിൾസ് കുമളി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരത്തെ തന്നെ ഇവരുടെ പാസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ആണ് പോകുന്നത്. 20, 21, 22 തീയതികളിൽ RTOയും പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് പോകുന്ന വെഹിക്കിൾസിനുള്ള പാസ് കൊടുക്കും. അന്നേ ദിവസം യാതൊരു തിരക്കും കൂടാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് എല്ലാ ടാക്സികൾക്കും അതുപോലെ ഇത് മുകളിലേക്ക് പോകുന്ന എല്ലാ വണ്ടികൾക്കും 20, 21, 22 തീയതികളിൽ നമ്മൾ പാസ് കൊടുക്കുന്നതാണ് കുമളി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ പൂജയ്ക്കുള്ളത് മാത്രമേ അവിടെ അലോ ചെയ്യുള്ളൂ. മറ്റൊരു സാധനങ്ങളും അങ്ങോട്ട് അലോ ചെയ്യില്ല. മൈക്ക് അനൗൺസ്മെന്റോ മറ്റ് സാധനങ്ങൾ വിതരണം ചെയ്യുകയോ ഒന്നും അലോ ചെയ്യില്ല. രാവിലെ 4 മണി മുതൽ ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ, സഹായികൾ എന്നിവരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടും. 5 മണിയോടെ ട്രാക്ടറുകളിൽ ഭക്ഷണവും കയറ്റിവിടും. ഓരോ ട്രാക്ടറുകളിലും 6 പേരിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ട്രാക്ടറുകളിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും അനുവദിക്കില്ല. ഉച്ചയ്ക്ക് 2:30 ശേഷം ആരെയും മലമുകളിലേക്ക് കയറ്റിവിടില്ല.
വൈകിട്ട് 5:30 ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കുകയുമില്ല. ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് RTO പാസ് നൽകും. കുമളി ബസ് സ്റ്റാൻഡിൽ ഏപ്രിൽ 20, 21, 22 ദിവസങ്ങളിൽ ഇരു സംസ്ഥാനങ്ങളുടെയും RTOമാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഫിറ്റ്നസ് പരിശോധിച്ചാകും പാസ് അനുവദിക്കുക. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്റ്റിക്കർ വാഹനത്തിൽ പതിപ്പിക്കണം. ഉത്സവ ദിവസം വാഹനങ്ങളിൽ അമിതമായി ആളെ കയറ്റാൻ അനുവദിക്കുകയില്ല. കുമളി ബസ് സ്റ്റാൻഡ്, അമലാംബിക സ്കൂൾ, കൊക്കരക്കണ്ടം എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റ് ഏർപ്പെടുത്തി വാഹനങ്ങൾ പരിശോധിക്കും. കുമളിയിൽ പ്രത്യേക പാർക്കിംഗ് സൗകര്യം സജ്ജമാക്കുവാനും ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കുവാനും പ്രവർത്തനക്ഷമമല്ലാത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കുവാനും കുമളി ഗ്രാമപഞ്ചായത്തിന് യോഗം നിർദ്ദേശം നൽകി. ഇടുക്കി സബ് കളക്ടർ അരുണസ് നായർ, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്, തേനി ജില്ലാ പോലീസ് മേധാവി R ശിവപ്രസാദ്, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പാട്ടീൽ സുയോഗ് സുഭാഷ് റാവു, മേഘമല വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് DD ആനന്ദ്, തേനി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ സമർത്ഥ, ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോൺഗ്രസ് പ്രകടന പത്രികയിലെ ഇടുക്കി ജില്ലയിൽ കൂടുതൽ വനവൽക്കരണം നടത്തുമെന്ന നിർദ്ദേശം അന്താരാഷ്ട്ര ഗൂഢാലോചനയാണെന്നും ഈ നിർദ്ദേശം പിൻവലിക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ആവശ്യപ്പെട്ടു. 1972 വന്യജീവി സംരക്ഷണ നിയമം, 80 വനസംരക്ഷണ നിയമം, 86 പരിസ്ഥിതി നിയമം ഇവയെല്ലാം കൊണ്ടുവന്നതും ഇവയുടെ പ്രായോഗിക നടപ്പാക്കലിലൂടെ പശ്ചിമഘട്ടത്തിലെ ദശലക്ഷക്കണക്കിന് കൃഷിക്കാരെയും ബഹുജനങ്ങളെയും ദ്രോഹിച്ചതും ഇപ്പോഴും അത് ആവർത്തിക്കുന്നതിൻ്റെയും ഉത്തരവാദികൾ കോൺഗ്രസ്സുകാരാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കേരളത്തിൽ, വിശേഷിച്ച് ഇടുക്കിയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. ഇത് വളരെ ദ്രോഹകരമായ ഒരു തീരുമാനമായതിനാൽ അത് പിൻവലിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കോൺഗ്രസ് പാർട്ടിയോട് ആവശ്യപ്പെടുകയാണ്. മലയോര മേഖലയിൽ ജീവിക്കുന്ന ദശലക്ഷക്കണക്കായ മനുഷ്യരെ ദ്രോഹിക്കുന്ന നിയമങ്ങൾ 1972 ലോക ഉച്ചകോടിക്ക് ശേഷം കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതാണ്. വന്യജീവി സംരക്ഷണ നിയമത്തിലൂടെ ആരംഭിച്ച നിയമനിർമ്മാണങ്ങളും അവ നടപ്പാക്കുന്നുള്ള ചട്ടങ്ങളും ഇവിടെ പ്രായോഗികമായി നടപ്പാക്കിയപ്പോൾ അതിൻ്റെ ഫലമായി വനപ്രദേശങ്ങളോടടുത്തത്, വന്യജീവി സങ്കേതങ്ങളോടടുത്തതുമായി കൃഷി ചെയ്യുകയും പട്ടണങ്ങളായും ഗ്രാമങ്ങളായും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരും അവരുടെ വിളകൾക്ക് നാശമുണ്ടാവുക, അവരുടെ ഭവനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും നാശമുണ്ടാവുക, അനേകം മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുക തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഫലമായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. കാർബൺ ഫണ്ട് 47,000 കോടി രൂപ വിദേശ ശക്തികളിൽ നിന്ന് കൈപ്പറ്റിയ ജയറാം രമേശിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ അനുയായികളെ ജനപ്രതിനിധികളാക്കിക്കൊണ്ട് ആ പണമെല്ലാം ഒഴുക്കിയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ജനപ്രതിനിധികളുടെ പിന്തുണയോടുകൂടി ഇത് നടപ്പാക്കുകയും ചെയ്യുക എന്നാണ് അവർ ചിന്തിക്കുന്നത്. വന്യജീവികളെ നിയന്ത്രിക്കാനും മലയോര ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താനുമല്ല തങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് എന്ന് കോൺഗ്രസ് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അത് നമുക്കറിയാവുന്നതാണ്. മാധവ് ഗാഡ്ഗിൽ, കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ, അതുമായി ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം മറന്നു പോകാൻ കാലമായിട്ടില്ല. വൻപിച്ച ജനകീയ പ്രതിരോധത്തിലൂടെയും ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നിലപാടുകളിലൂടെയുമാണ് ഈ പ്രശ്നങ്ങൾക്ക് കുറേയെങ്കിലും പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് പൂർണ്ണമായി പരിഹരിക്കണമെങ്കിൽ മലയോരത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ മുഴക്കാൻ കഴിയുന്ന MPമാരാണ് ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ കോൺഗ്രസ് MPമാർ ഇതിനുവേണ്ടി ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം അന്താരാഷ്ട്ര ശക്തികളും മലയോര കർഷകരും തമ്മിലുള്ള പോരാട്ടമായി ഇത് മാറിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ശക്തികളുടെ മുമ്പിൽ മുട്ടുമടക്കില്ല എന്നും അവരുടെ താല്പര്യങ്ങൾ ഇടുക്കിയുടെ മണ്ണിലും മലയോര മണ്ണിലും അനുവദിക്കില്ല എന്നും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും സഖ്യശക്തികൾക്കും കടുത്ത തിരിച്ചടി നൽകേണ്ടതുണ്ട്. വോട്ടായി തന്നെ ഈ തിരിച്ചടി ഇവിടെ പ്രകടമാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇടുക്കിയിൽ സഖാവ് ജോയിസ് ജോർജിനെയും മലയോര മേഖലകളിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ എല്ലാവരോടും
കിസാൻ സഭ അഭ്യർത്ഥിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി കോടിക്കുളം ചേന്നങ്കോട് നിവാസികൾ. തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവറീസ് സഹദായുടെ തിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെ ആഘോഷിക്കും. മുത്തപ്പന്റെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൗമാരക്കാർ ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും പെട്ടുപോകാതിരിക്കാൻ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപത കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത് ഉചിതവും അഭിനന്ദനാർഹവുമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് PG ജയകൃഷ്ണൻ. തൊടുപുഴ പുളിമൂട്ടി സിൽസ് 100ാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിഷുദിനത്തിൽ കേക്ക് കട്ടിംഗ് സെറിമണി സംഘടിപ്പിച്ചു. പുളിമൂട്ടി സിൽസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഔസേഫ് ജോൺ പുളിമൂട്ടിൽ കേക്ക് കട്ടിംഗ് നിർവഹിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സ്ഥാനാർത്ഥികൾ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം തുടരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.